Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ നെക്സ്റ്റ് കൺസെപ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ നെക്സ്റ്റ് കൺസെപ്റ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. സോ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ഇതിന്റെ മുന്നിലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ പ്രോസസ്സും ദെൻ മറ്റുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ആദ്യം വന്നിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മൊത്തം 8 പ്രോസസ്സാണ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് വരുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐഡന്റിഫൈങ് ഓർഗനൈസേഷണൽ മിഷൻ, അതായത് ഓർഗനൈസേഷന്റെ മിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. സോ ഈ മിഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം പീരീഡിലോട്ടുള്ളതാണ്, ലൈക്ക് 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയറോ എന്നുള്ള ഷോർട്ട് ടേം പീരീഡിലോട്ടുള്ളതാണ്. സോ അത് അച്ചീവ് ചെയ്യണം. സോ അത് എന്താണെന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. ഓരോ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് മെയിൻലി എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. സോ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. പിന്നെ വന്നിട്ട് നമ്മുടെ ആ ബിസിനസ് ചെയ്യാനുള്ള ആ എൻവറോൺമെന്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തണം. ഓക്കെ, എൻവറോൺമെന്റൽ അനാലിസിസ് ലൈക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ഇവരെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തണം. പിന്നെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള അനാലിസിസ് ലൈക്ക് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള എംപ്ലോയീസ്, അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് ആണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം ഓൾട്ടർനേറ്റീവ്സ് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ മിഷൻ ഒബ്ജക്റ്റീവ്സ് എല്ലാം സെറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഏത് ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്താലാണ് നമ്മളുടെ ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുണ്ടാവുമല്ലോ. സോ ആ ഓൾട്ടർനേറ്റീവ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സ്ട്രാറ്റജി സെലക്ട് ചെയ്യണം. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഓൾട്ടർനേറ്റീവ്സിലിരുന്ന് ഒരു സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മളുടെ മിഷൻ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സിന്റെ ബേസിസിൽ അതിന് ഓക്കെ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി സെലക്ട് ചെയ്യണം. പിന്നെ ആ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ നടത്തണം എന്നുള്ളതാണ് 8 സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് മോഡൽ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, വർക്കിംഗ് മോഡൽ ആണ്. സോ വർക്കിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ 6 എണ്ണമാണ് പറയുന്നത്. ആദ്യം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇന്റന്റ് ആണ്. സോ ഈ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ കുറെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ലോങ് ടേം ബേസിസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, അത് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതേപോലെ തന്നെ എന്തൊക്കെ അനാലിസിസിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബേസിസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പ്രോസസ്സും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം എൻവറോൺമെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രൈസൽ ആണ്. ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ദെൻ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് ആണ്. സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഓക്കെ ആണ്, അപ്ലൈ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് വർക്കായില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇന്നൊരു ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യും. അതാണ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റജിക് അനാലിസിസ് ആണ്. സ്ട്രാറ്റജിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ സ്ട്രാറ്റജീസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തണം, ലൈക്ക് ഇവാലുവേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ദെൻ അനാലിസിസ് ചെയ്യാലോ, അനാലിസിസ് ഒന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, ദെൻ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആണ്. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ച് അത് ഓക്കെ ആണ് എന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട്. ദെൻ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്തതിനു ശേഷം ചെയ്യുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത ആ സ്ട്രാറ്റജി വന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണത് പോലെയാണോ, ദെൻ അങ്ങനെ അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ വേറെ ഒന്ന് മാറ്റണമല്ലോ. സോ അതിന്റെ കൺട്രോളും ഇവാലുവേഷനും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഇതാണ് 6 വർക്കിംഗ് മോഡലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പേർപ്പസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ പേർപ്പസ് എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നും നിങ്ങൾക്ക് 2 വെയിറ്റേജിനാണ് വരുന്നത്. ഓക്കെ, കോർ കോമ്പീറ്റൻസ്, ദെൻ സിനർജി, ദെൻ വാല്യൂ ക്രിയേഷൻ എന്നുള്ളതാണ്. കോർ കോമ്പീറ്റൻസ് എന്ന് പറയുമ്പോൾ ഓരോ ഓർഗനൈസേഷനിലുള്ള ഒരു യുണീക് സ്കിൽസ് ഒരു യുണീക് എബിലിറ്റീസിനെയാണ് നമ്മുടെ കോർ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷന് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഓർഗനൈസേഷന്റെ അവരുടെ അഡ്വർടൈസിങ്ങിലൂടെയാണ് അവരുടെ യുണീക് സ്കില്ല് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രൊഡക്റ്റിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ പാക്കേജിങ്ങിലൂടെയാണ് എന്നുള്ളതൊക്കെയാണ് കോർ കോമ്പീറ്റൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സിനർജി എന്ന് പറയുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. അത് വന്നിട്ട് ഒരു ഓർഗനൈസേഷനിൽ തനിച്ചൊരാൾ ചെയ്യുന്നതല്ല, ഒരു ഓർഗനൈസേഷനിലുള്ള മൊത്തം പേഴ്സൺസും ടുഗെദർ ഒരുമിച്ച് ആ
കാര്യം വന്നിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ 1+1 = 3 എന്നുള്ള ഒരു എഫക്റ്റ് ആണ് നമ്മൾക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് ടുഗദർനെസ് എന്നുള്ളതാണ്. അതായത് ഒരു ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു വലിയൊരു പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് സിനർജി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വാല്യൂ ക്രിയേഷൻ ആണ്. വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ് അവരുടെ വാല്യൂ. കസ്റ്റമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അവരുടെ വാല്യൂ. അതാണ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രോഫിറ്റും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും വന്നിട്ട് കൊടുക്കണം എന്നുള്ളതാണ് വാല്യൂ ക്രിയേഷനിലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസിന്റെ ലിമിറ്റേഷൻസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഇതെല്ലാം ഒരു അസംഷന്റെ ബേസിസിലാണ്. ഓക്കെ, ഇതെല്ലാം ഒരു അസംഷന്റെ ബേസിസിലാണ്. സോ ഒരു ഹോളിസ്റ്റിക് മോഡലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ലൈക്ക് മൊത്തം ഓർഗനൈസേഷനിലോട്ടാണ്, അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം യൂസ് ചെയ്യുന്നതല്ല, മൊത്തം ഓർഗനൈസേഷനിലാണ്. സോ അസംഷൻ ആണ്. സോ ഹോളിസ്റ്റിക് മോഡൽ ഒരു അസംഷൻ ആണ്. സോ അതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ആണ്. അതേപോലെ തന്നെ ഒരു അനലിറ്റിക്കൽ മോഡലിലും ഒരു അസംഷൻ ആണ്, അതും ലിമിറ്റേഷൻ ആണ്. അതേപോലെ തന്നെ നോൺ പൊളിറ്റിക്കൽ മോഡലായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആയാലും സബ്ജക്റ്റീവ് അസംഷൻ ആയാലും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസംഷനിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതും ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ അതിനുശേഷം വരുന്നത് ഡൈനാമിസം എന്ന് പറയുന്നത്. ഡൈനാമിസം എന്ന് പറയുന്നത് എവറിത്തിങ് ക്യാൻ ബി ചേഞ്ച് എന്നതാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഓർഗനൈസേഷനിൽ ഇത് ഓക്കെ അല്ല എന്നാകുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ്. അല്ലാതെ ഇത് ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പെട്ടെന്ന് നമുക്കൊരു കാര്യം മാറ്റാൻ പറ്റും എന്നാണെങ്കിൽ അതും കൂടി ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ടു ബി ഡൺ ആസ് വെൽ ആസ് ഹൗ ഇസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ എന്നുള്ളതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ്, പോളിസി, പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്സ്, അതേപോലെ തന്നെ കുറെ സ്ട്രാറ്റജീസ്, ഇതെല്ലാത്തിന്റെയും കൂടെ ഒരു ഫണ്ടമെന്റൽ ഫംഗ്ഷൻ ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇനി എന്താ നടക്കാൻ പോണേ, ലൈക്ക് ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ്, അതെങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടാൻ പോണേ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെ റൺ ചെയ്യണേ എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പ്ലാനിങ് എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ ഒരു ഫണ്ടമെന്റൽ ഫംഗ്ഷൻ ആണ് പറയുന്നത്. പ്രൊസീജിയർ, റൂൾസ്, പ്രോഗ്രാംസ് എന്നുള്ള എല്ലാത്തിന്റെയും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലും വന്നിട്ട് ഇത് സ്പ്രെഡ് ആയിട്ടുള്ളതാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. എന്തൊക്കെ അപ്രോച്ചസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ ആകെ നമുക്ക് ഒരു 5 അപ്രോച്ചാണ് പറയുന്നത്. ആദ്യം എന്ന് പറയുന്നത് ഒരു ഫോർമൽ സ്ട്രക്ചേർഡ് അപ്രോച്ചാണ്. ഫോർമൽ സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ വേ ആണ്. ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫോർമൽ ആയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലൂടെ നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഫോർമൽ സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ എന്റർപ്രണറൽ അപ്രോച്ച്. എന്റർപ്രണറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു എന്റർപ്രണർ വന്നിട്ട് ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ അനാലിസിസ് ചെയ്തിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എന്തൊക്കെ ത്രെറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് മാനേജ്മെന്റ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുന്നതാണ് എന്റർപ്രണറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഇൻക്രിമെന്റൽ അപ്രോച്ച്. ഇൻക്രിമെന്റൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു. ഓൾട്ടർനേറ്റീവ്സ് വന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പോരാ, അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ല എന്നാകുന്ന സമയത്ത് അത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻക്രിമെന്റൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റ്യൂട്ടീവ് ആന്റിസിപ്പേറ്ററി അപ്രോച്ച് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂഷന്റെ ബേസിസിലാണ്. ഓക്കെ, ഈ പ്രൊമോഷൻ, ബിസിനസ് യൂണിറ്റ്സ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരില്ലേ, ഇതെല്ലാം വന്നിട്ട് നമ്മളൊരു ഇൻഡ്യൂഷന്റെ ബേസിസിലാണ്. നമ്മളുടെ ഫ്യൂച്ചറിൽ വന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മളുടെ ഫ്യൂച്ചറിലോട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഇതൊരു ഇൻഡ്യൂഷനിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതാണ് ഇൻറ്റ്യൂഷൻ ആന്റിസിപ്പേറ്ററി അപ്രോച്ച്. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡോപ്റ്റീവ് അപ്രോച്ച് ആണ്. അഡോപ്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളുടെ എങ്ങനെയാണ് ഒരു ചേഞ്ചസ് വരുന്നത്, ആ ചേഞ്ചസ് നമുക്ക് എത്രത്തോളം അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ അത് ഓർഗനൈസേഷൻ ഓക്കെ ആണോ എന്നുള്ളതാണ് അഡോപ്റ്റീവ് അപ്രോച്ചിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അപ്രോച്ചസ് ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. സോ ഇതിൽ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു കോർ പേർപ്പസ് ആണ്. ഒരു ഓർഗനൈസേഷനിലത്തെ കോർ പേർപ്പസ് ആണ്. ഷോർട്ട് ടേം ആണ്. ആ ഷോർട്ട് ടേം കഴിഞ്ഞതും, അതായത് ഈ മിഷൻ നമ്മൾ സെറ്റ് ചെയ്തതിന്റെ ഒരു ഇത് കഴിഞ്ഞതും അത് അത്രത്തോളം തന്നെ അത് കഴിഞ്ഞു. ഓക്കെ, അതാണ് ഷോർട്ട് ടേമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ലൈക്ക് നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവൂലേ, പിന്നെ അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ഏരിയസിൽ വരുന്ന എംബിസസോ ഇങ്ങനെയുള്ളതൊക്കെയാണ് മിഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ ഈ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷൻ എന്ന് പറയുന്നത് ഒരു
ലോങ് പീരീഡിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഡിക്ലറേഷൻ അബൌട്ട് വാട്ട് ആൻ ഓർഗനൈസേഷൻ വോണ്ട് ടു, ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാവണം എന്നുള്ളതാണ് ഈ വിഷൻ എന്ന് പറയുന്നത്. വാട്ട് ടു വി വോണ്ട് ടു ക്രിയേറ്റ് എന്നുള്ളതാണ്, ഒരു ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ഇമാജിനേഷൻ ആണ് ഈ വിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഒരു കോർ പേർപ്പസ് വന്നിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കൂടി പറ്റും ഈ വിഷനിലൂടെ. അതേപോലെ തന്നെ നമുക്കൊരു വിഷനറി ഫ്യൂച്ചറാണ് നമുക്ക് ഈ വിഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ആണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ എൻഡ് റിസൾട്ട് ആണ്. ഇപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, അതാണ് ഒരു ഓർഗനൈസേഷന്റെ എൻഡ് റിസൾട്ട് ആണ്. ഇത് നടക്കുന്നത് എങ്ങനെയാണ്, ഒരു കണ്ടിന്യൂസ് ഫ്ലോയിലായിരിക്കും. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ ഒബ്ജക്റ്റീവ്സും ഗോൾസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ്സും ഗോൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവിന് വന്നിട്ട് ഒരു ടൈം ഫ്രെയിം ഒന്നും ഇല്ല. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അത് അച്ചീവ് ചെയ്യണോ അത്രത്തോളം അതിന്റെ ടൈം പീരീഡ് ഉണ്ട്. പക്ഷെ ഗോൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഗോൾ എന്ന് പറയുന്നത് ഒരു പീരീഡ് സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യണത്. ഓക്കെ, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സും ഗോൾ. പിന്നെ അതേപോലെ തന്നെ ജനറൽ ടേം ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനുള്ളത്. പക്ഷെ ഗോൾ വന്നിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോൾ എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ എൻവറോൺമെന്റിനെ ആയിരിക്കും ഒബ്ജക്റ്റീവ്സ് മേജർലി ഫോക്കസ് ചെയ്യണത്. ഓക്കെ, എക്സ്റ്റേണലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഇത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും കൂടുതൽ അറിയുന്നത്. ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഉള്ള ഓർഗനൈസേഷൻ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ലോസ് ആവത്തില്ല എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ചിന്ത. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ എൻവറോൺമെന്റ്. പക്ഷെ ഗോൾ എന്ന് പറയുന്നത് ഇന്റേണൽ എൻവറോൺമെന്റ്, അതായത് ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ വന്നിട്ട് ഗോൾ എന്നുള്ളതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ദെൻ മെഷർമെന്റ് ആണ്. ഗോളും ഒബ്ജക്റ്റീവ്സും രണ്ടും ക്വാണ്ടിറ്റേറ്റീവ്ലി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഹയറാർക്കി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്, ഡിവിഷണൽ ഒബ്ജക്റ്റീവ്, ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്, SB ഒബ്ജക്റ്റീവ്, അതായത് സ്മോൾ ബിസിനസ് യൂണിറ്റ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ദെൻ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്, മിഷൻ, ദെൻ നമ്മുടെ പ്രൊമോട്ടേഴ്സ് വിഷൻ ഓർ വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിന് ഇമ്പോർട്ടൻസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ് ടൂൾസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ളത്. ഓക്കെ, ഇതിൽ വരുന്ന ടൂൾസ് എന്ന് പറയുന്നത് ആദ്യം വരുന്നത് കോർ കോമ്പിറ്റൻസ് ആണ്. കോർ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള സബ്ജക്റ്റിൽ കോർ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞ ഒരു റെക്കോർഡോ പറഞ്ഞ ഒരു ഇത് തന്നെ നമ്മൾക്കുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങളത് ജസ്റ്റ് നിങ്ങൾ എന്താന്ന് നോക്കുന്നതിന് മുന്നിൽ പറഞ്ഞതാണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നത് ബെഞ്ച് മാർക്കിംഗ്. അതാണ് നമ്മുടെ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസും ഇന്നോവേഷൻസും കൊണ്ടുവരുന്ന സമയത്ത് അത് ഒരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പോ മാത്രമല്ല അത് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് അവർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്, ഒരു ഹോൾ ഓർഗനൈസേഷൻ വന്നിട്ട് അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഈ ബെഞ്ച് മാർക്കിങ്ങിലൂടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. സോ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമേഴ്സിന് ഒരു നല്ല സാറ്റിസ്ഫിക്കേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഗ്യാപ്പ് അനാലിസിസ് ആണ്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ കറന്റ് പീരീഡിൽ നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളുടെ ഇനി 31 മാർച്ച് 2025 ആകുമ്പോൾ ഒരു 5 ലക്ഷം പ്രോഫിറ്റ് വരണം എന്നുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ ഈ ഫോർകാസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ കറന്റ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 5 ലക്ഷമാണ്. ദെൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താ വെച്ചിരിക്കുക, ഒരു 10 ലക്ഷം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഒരു ഡിഫറൻസിനെയാണ് നമ്മുടെ ഗ്യാപ്പ് അനാലിസിസ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടാർഗറ്റ് ആൻഡ് ഫോർകാസ്റ്റ് എന്നുള്ളതാണ്. ഗ്യാപ്പ് അനാലിസിസ് ടു ഡിറ്റർമൈൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടാർഗറ്റ് ആൻഡ് ദ ഫോർകാസ്റ്റ്. ഓക്കെ, ഇതാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് ടൂൾസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എത്തിക്സ് ആണ്. നമ്മുടെ എത്തിക്സ്, ബിസിനസ് എത്തിക്സിനെ എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ വരുന്ന ബിസിനസ് എത്തിക്സ് എന്താണ് എന്നുള്ളതാണ്. സോ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ വരുന്ന ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ ഈ വാല്യൂസ്, ഇത് വന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡിസിഷൻസിനെയും അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ ആക്ഷൻസിനെയും എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഈ സ്ട്രാറ്റജിക് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? എത്തിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, കുറെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ ഒന്നാമത്തെ വന്നിട്ട് ലെജിസ്ലേഷൻ ആണ്, പാസ് ചെയ്ത ലോസും കാര്യങ്ങളൊക്കെയാണ്.
ദെൻ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദെൻ അതേപോലെ തന്നെ ഇൻഡസ്ട്രി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കോഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്, ദെൻ സോഷ്യൽ പ്രഷേഴ്സ്, ദെൻ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ പേഴ്സണൽ വാല്യൂയും ഫേമിന്റെ വാല്യൂം. അതായത് ഒരു പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അയാൾക്ക് മാസം ശമ്പളം കിട്ടണം, അതേപോലെ തന്നെ അയാളുടെ വെൽത്ത് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതായിരിക്കും ഒരു ഇൻഡിവിജ്വൽ. അതൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടണം. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇവർ രണ്ടാളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരും. ഓക്കെ, സോ അതും തന്നെ ഒരു ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.